16-ാമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ. അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു, എന്നാൽ അവൻ്റെ കാലടികളെ യഹോവ ക്രമപ്പെടുത്തും. അതിൻ്റെ മറ്റൊരു തർജിമ, ഒരു താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി ഞാൻ മൊബൈലിൽ നിന്നൊന്ന് വായിക്കുവാണേ, ചിലർക്കത് ഇഷ്ടമല്ല എന്ന് എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കത്തയച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു സഹോദരി, ദയവ് ചെയ്ത് മൊബൈലിൽ നിന്ന് വായിക്കരുത്. അവർ നല്ലൊരു കാര്യമാണ് പറയുന്നത്. കാരണം കുട്ടികൾ ഈ ബൈബിൾ ഉപേക്ഷിച്ചിട്ട് മൊബൈലിൽ മാത്രം കൊണ്ടു നടക്കും, നിങ്ങളെപ്പോലെയുള്ളവരങ്ങനെ ചെയ്താലെന്നാണ് പറയുന്നത്. അതിപ്പം പാഡ്, ടാബ് ഇതൊക്കെ ഉപയോഗിക്കുന്നപ്പോൾ ഈ പ്രശ്നമുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അതിലേക്ക് വന്നു. ഒരു പ്രഭാഷകനെ സംബന്ധിച്ച് ഒരു ടാബ് ഉപയോഗിക്കുകയാണെങ്കിൽ അവന് ഒത്തിരി കാര്യങ്ങൾ, നോട്ടുകളും ഭാഷകളും ഒക്കെ അതിലുണ്ട്. അതുകൊണ്ട് ആധുനിക പ്രഭാഷകരെ 95% ടാബ് ഉപയോഗിക്കുകയാണ്. പിന്നെ പ്രസംഗപീഠത്തെ വെച്ചിട്ടായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല. കാലം മാറുമ്പോൾ പുരോഗമനങ്ങൾ വരുന്നതിനെ ആദ്യം എതിർക്കും, പിന്നെ അംഗീകരിക്കും. അങ്ങനെയാണല്ലോ അതിൻ്റെ കിടപ്പ്. എങ്കിലും ഞാൻ ന്യായീകരിക്കുന്നില്ല. വാക്യം, സദൃശ്യവാക്യം 16:9: മനുഷ്യർ തങ്ങളുടെ ഹൃദയത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അത് പറയാനാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. നിങ്ങൾക്ക് ആസൂത്രണം ചെയ്യാൻ കഴിവുണ്ട്. മൃഗങ്ങൾക്ക് ആസൂത്രണമില്ല, പ്ലാനിങ് ഇല്ല, പദ്ധതികളില്ല. ചുമ്മാ അങ്ങ് പോവുക, കിട്ടുന്നതിനെയൊക്കെ തിന്നുക. ഇതൊക്കെയാണ് മൃഗങ്ങൾ. പക്ഷെ മനുഷ്യൻ്റെ ആസൂത്രണം വർദ്ധിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ധാരാളം പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ട് ഡൽഹി പോയിരുന്ന് ആസൂത്രണം ചെയ്യുകയാണ്. ഇന്ത്യയെ എങ്ങനെ നന്നാക്കാം, അതിനകത്ത് അഴിമതിയോ മറ്റ് ദോഷങ്ങളോ ഉള്ളത് രാഷ്ട്രീയക്കാർ പറയട്ടെ. ഞങ്ങൾ പറയുന്നു ആസൂത്രണം നല്ലതാണ്. മന്ത്രിമാരുടെ ബഹുത്വത്തിൽ ആലോചനയുണ്ടെന്ന് ബൈബിൾ പറയുന്നു. കേരളത്തിൽ തിരുവനന്തപുരത്ത് അവിടെ സെക്രട്ടേറിയറ്റിൽ, അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മന്ദിരത്തിൽ നമ്മുടെ MLA-മാരും മന്ത്രിമാരും കൂടിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് ആസൂത്രണം ചെയ്യുന്നു. നമ്മുടെ വാക്യം എന്താണ്? വാക്യം ഇതാണ്: മനുഷ്യർ തങ്ങളുടെ ഹൃദയത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. ചെയ്യാം, എന്നാൽ അടുത്ത് കേട്ടോണം. എന്നാൽ യഹോവ അവരുടെ കാലടികളുടെ ഗമനം ക്രമീകരിക്കുന്നു. ഇൻ their hearts human beings plan their lives. പ്ലാനിങ് അവിടെ വിഷയം. But the Lord decides where their steps will take them. ഇങ്ങനെ പറഞ്ഞ് ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. നമ്മളിങ്ങനെ ആലോചിച്ച് ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മുടെ കാലൊന്ന് തെന്നി വീണാൽ പ്ലാനെല്ലാം പോയില്ലേ? 2025 ജാനുവരിയിൽ ഒത്തിരി പ്ലാനും പദ്ധതിയും എല്ലാം ഇട്ടുകൊണ്ട് പ്രാർത്ഥിച്ച് പുതിയ വർഷത്തിലേക്ക് കയറി. ജാനുവരി 22 ആയപ്പോഴേക്കും എൻ്റെ കാല് ഒരു ആക്സിഡൻറ്റിൽ ഫ്രാക്ചറായി. എൻ്റെ പ്ലാനെല്ലാം പോയില്ലേ? എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ പോകേണ്ടതായിരുന്നു. ദുഃഖം ഉണ്ടെങ്കിലും നിരാശയില്ല. ഇപ്പോഴും കാല് വേദനിക്കുന്നു. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും ആ വിഷയത്തിൽ സഹായിക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ആസൂത്രണം നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ കാലടികളെ ക്രമീകരിക്കുന്നത് ദൈവമാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ കാലടികളെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ.
you.